റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ അത്യാധുനിക ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ യുക്രൈന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ച് റഷ്യ നടത്തിയ പുതിയ ആക്രമണ പരമ്പരകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. യുക്രൈന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിലെ തന്ത്രപ്രധാനമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോസ്കോ ഇത്തവണ തങ്ങളുടെ ഡ്രോൺ വ്യൂഹത്തെ വിന്യസിച്ചത്. യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ വ്യോമാധിപത്യവും ഡ്രോൺ സാങ്കേതിക വിദ്യയും എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ നീക്കങ്ങൾ. യുക്രൈനിലെ ചെർണിഗോവ്, സുമി, ഷിറ്റോമിർ എന്നീ 3 പ്രവിശ്യകളെ കേന്ദ്രീകരിച്ചാണ് റഷ്യൻ സൈന്യം ശക്തമായ ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അതിർത്തി മേഖലകളിൽ യുക്രൈൻ സൈന്യത്തിന് ആയുധങ്ങളും ഇന്ധനവും എത്തിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളെ തകർക്കുക എന്നതായിരുന്നു ഈ സൈനിക നടപടിയുടെ പ്രധാന ഉദ്ദേശം. ഒരേ സമയം വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള ഈ ആക്രമണം യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. റഷ്യയുടെ അത്യാധുനിക ഡ്രോണുകളായ ഖരാൻ, ഗർബറെ എന്നിവയാണ് ഇത്തവണ യുക്രൈനിയൻ കോട്ടകൾ തകർക്കാൻ റഷ്യ പ്രധാനമായും ഉപയോഗിച്ചത്. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ളതുമായ ഈ കാമിക്കാസി ഡ്രോണുകൾ യുക്രൈന്റെ ആഭ്യന്തര പ്രതിരോധ നിരയെ നിഷ്പ്രഭമാക്കാൻ പോകുന്നതായിരുന്നു. ശത്രുവിന്റെ റഡാറുകളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം കുതിക്കാൻ ഇത്തരം ഡ്രോണുകൾക്ക് പ്രത്യേക ശേഷിയുണ്ട്. ഈ ആക്രമണ പരമ്പരയിൽ യുക്രൈൻ സൈന്യത്തിന്റെ വലിയൊരു യുദ്ധോപകരണ സംഭരണശാല പൂർണ്ണമായും തകർത്തതായി റഷ്യ അവകാശപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് ലഭിച്ച അത്യാധുനിക ആയുധങ്ങളും കവചിത വാഹനങ്ങൾക്കുള്ള സ്പെയർ പാർട്സുകളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രമായിരുന്നു ഇതെന്നാണ് സൂചന. ഈ വെയർഹൌസ് തകർന്നത് വരും ദിവസങ്ങളിൽ മുൻനിരയിലുള്ള യുക്രൈനിയൻ സൈനികർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിന് വലിയ തടസ്സം സൃഷ്ടിച്ചേക്കാം. ആയുധ സംഭരണശാലയ്ക്ക് പുറമെ യുക്രൈൻ സായുധ സേന സ്ഥിരമായി ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രപ്രധാനമായ ഫ്യൂവൽ സ്റ്റേഷനും റഷ്യൻ ഡ്രോണുകൾ ബോംബിട്ട് തകർത്തു. യുദ്ധമുഖത്തുള്ള ടാങ്കുകൾക്കും സൈനിക വാഹനങ്ങൾക്കും ആവശ്യമായ ഇന്ധന സപ്ലൈ ലൈനുകൾ വിച്ഛേദിക്കുക എന്ന മോസ്കോയുടെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നത് യുക്രൈൻ സൈന്യത്തിന്റെ പെട്ടെന്നുള്ള സൈനിക വിന്യാസങ്ങളെ ദോഷകരമായി ബാധിക്കും. ഇവ കൂടാതെ യുക്രൈൻ സൈനികർ താൽക്കാലികമായി തമ്പടിച്ചിരുന്ന ഒരു സൈനിക താവളത്തിന് നേരെയും റഷ്യൻ ഡ്രോണുകൾ മാരകമായ പ്രഹരമേൽപ്പിച്ചു. ഈ താവളത്തിലുണ്ടായിരുന്ന നിരവധി യുക്രൈനിയൻ സൈനികർക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈന്റെ റിസർവ് സൈന്യത്തെ മുൻനിരയിലേക്ക് അയക്കുന്നതിന് മുൻപ് തന്നെ അവരെ ഇല്ലാതാക്കുക എന്നതായിരുന്നു റഷ്യൻ കമാൻഡർമാരുടെ ലക്ഷ്യം. ഈ ആക്രമണത്തെ പരമ്പരയിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം നടന്നത് ഷിറ്റോമിർ പ്രവിശ്യയിലെ കൊറോസ്റ്റൻ നഗരത്തിന് സമീപമാണ്. തന്ത്രപരമായ ഈ റെയിൽവേ ജംഗ്ഷനിലൂടെ കടന്നു പോവുകയായിരുന്ന ഒരു യുക്രൈനിയൻ സൈനിക ട്രെയിനിന് നേരെ റഷ്യയുടെ അത്യാധുനിക ഖരാൻ 2 സീക്കർ ഡ്രോൺ നേരിട്ട് പതിക്കുകയായിരുന്നു. യുദ്ധഭൂമിയിലേക്ക് പുതിയ ആയുധങ്ങളും സന്നാഹങ്ങളുമായി പോയ ട്രെയിനാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടതെന്നാണ് മോസ്കോ വ്യക്തമാക്കുന്നത്. റഷ്യൻ സൈന്യത്തിന്റെ ഈ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില നിരീക്ഷണ ദൃശ്യങ്ങളും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. ആകാശത്തു നിന്നുള്ള ഡ്രോൺ ക്യാമറകൾ പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും റെയിൽവേ ട്രാക്കുകളിൽ കത്തിയമരുന്ന കെട്ടിടങ്ങളും വ്യക്തമായി കാണാം. തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ 100% വിജയകരമായി പൂർത്തിയാക്കിയെന്ന് തെളിയിക്കാനാണ് മോസ്കോ ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. എന്നിരുന്നാലും റഷ്യ പുറത്തുവിട്ട ഈ കനത്ത നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോ സ്വതന്ത്ര നിരീക്ഷകരോ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. യുദ്ധകാലത്ത് ഇരുപക്ഷവും തങ്ങളുടെ വിജയങ്ങളെ വലുതാക്കി കാണിക്കാറുള്ളതിനാൽ ഈ ആക്രമണത്തിന്റെ യഥാർത്ഥ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. എന്നാൽ കീവ് ഭരണകൂടം ഈ പ്രദേശങ്ങളിൽ കനത്ത വ്യോമാക്രമണം ഉണ്ടായതായി സമ്മതിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി റഷ്യയുടെ ഡ്രോൺ വിന്യാസത്തെ പ്രതിരോധിക്കുക എന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ പേട്രിയറ്റ് പോലുള്ള വലിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വില കൂടിയതായതുകൊണ്ട് തന്നെ ചെറിയ ഡ്രോണുകളെ വെടിവെച്ചിടാൻ അവ ഉപയോഗിക്കുന്നത് യുക്രൈന് വലിയ സാമ്പത്തിക ബാധ്യതയും മിസൈലുകളുടെ ദൗർലഭ്യവും ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് റഷ്യ തന്ത്രപരമായി ചൂഷണം ചെയ്യുന്നത്. ഗർബറെ പോലുള്ള പുതിയ തരം ഡ്രോണുകൾ റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നത് യുക്രൈനിയൻ എയർ ഡിഫൻസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. വ്യാജ ലക്ഷ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യുക്രൈന്റെ വില കൂടിയ മിസൈലുകൾ പാഴാക്കി കളയാൻ ഇത്തരം ചെറിയ ഡ്രോണുകൾക്ക് സാധിക്കും. ഇതിലൂടെ യുക്രൈന്റെ വ്യോമ പ്രതിരോധം ദുർബലമാകുമ്പോൾ ഖരാൻ 2 പോലുള്ള വലിയ മാരക ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നു. യുക്രൈന്റെ അതിർത്തി പ്രവിശ്യകളായ ചെർണിഗോവിലും സുമിയിലും നടക്കുന്ന ഈ വിനാശകരമായ ഡ്രോൺ ആക്രമണങ്ങൾ
കീവിലെ സൈനിക നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. റഷ്യൻ അതിർത്തിക്ക് തൊട്ടടുത്തുള്ള ഈ പ്രദേശങ്ങളിൽ പ്രതിരോധം ശക്തമാക്കാൻ യുക്രൈൻ കൂടുതൽ സൈന്യത്തെ നിയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഡോൺബാസ് പോലുള്ള മറ്റ് പ്രധാന യുദ്ധമുന്നണികൾ യുക്രൈൻ സൈന്യത്തിന്റെ എണ്ണം കുറയ്ക്കാൻ കാരണമാകുന്നു. ആഗോള സൈനിക നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ പൂർണ്ണമായും ഒരു ഡ്രോൺ യുദ്ധമായി മാറിയിരിക്കുകയാണ്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളെക്കാളും ആർട്ടിലറി പീരങ്കികളെക്കാളും കുറഞ്ഞ ചിലവിൽ ശത്രുവിന്റെ നെഞ്ചിലേക്ക് മരണം വിതയ്ക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ട്. റഷ്യ തങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതിമാസം ആയിരക്കണക്കിന് ഡ്രോണുകളാണ് ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് ഒഴുക്കുന്നത്. ഈ കനത്ത വ്യോമാക്രമണങ്ങൾ യുക്രൈനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും റെയിൽവേ ഗതാഗതത്തെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കൊറോസ്നഡിലെ റെയിൽവേ ലൈനിന് നേരെയുണ്ടായ ആക്രമണം കാരണം ഈ റൂട്ടിലൂടെയുള്ള പല ചരക്കു ട്രെയിനുകളും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഇത് യുക്രൈനിലെ ആഭ്യന്തര വിതരണ ശൃംഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. വരും ദിവസങ്ങളിൽ റഷ്യ തങ്ങളുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ശത്രുവിന്റെ ജാമിംഗ് സംവിധാനങ്ങളെ അതിജീവിച്ച് ലക്ഷ്യസ്ഥാനം സ്വയം കണ്ടെത്തി ആക്രമിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ രംഗത്തിറക്കിയാൽ അത് യുക്രൈന്റെ ചെറുത്തുനിൽപ്പിനെ കൂടുതൽ ദുഷ്കരമാക്കും. വാഷിംഗ്ടണും നാറ്റോ രാജ്യങ്ങളും ഇറാന്റെയും റഷ്യയുടെയും ഈ ഡ്രോൺ കൂട്ടുകെട്ടിനെ അതീവ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്.